हम सभी प्रार्थना करें। Gracious Heavenly Father, we thank you and praise you for this wonderful time, O Lord. Lord, we thank you for this wonderful occasion, O Lord. Lord, we are praying for this meeting, O Lord. Lord, by this meeting, O Lord, those who are watching, O Lord, Lord, by this the message, Lord, may your message, may the word, may it touch the hearts, O Lord, all the people who are seeing, O Lord, Lord, may it touch in their hearts, O Lord. Lord, if anyone is having sickness, O Lord, let them be healed by your word, O Lord, for your word is the healer, the Jehovah Rapha, the healer. May heal them right now, Jesus. Lord, we are praying, Lord, those who are here, O Lord, seeing, O Lord, 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 bless them, O Lord. Lord, touch every heart, O Lord. Lord, may your spirit, O Lord, abide with us, O Lord. May your Holy Spirit move through the message, O Lord, to everyone in the name of Jesus, O Lord. Lord, we believe that you hear our prayer and you're going to do like that, O Lord. Lord, in Jesus' most precious name I pray. Amen, amen, amen. Praise the Lord. Praise the Lord. परमेश्वर के नाम की महिमा हो। ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വം. मैं परमेश्वर को धन्यवाद करना चाहता हूँ कि परमेश्वर ने आप सभी के साथ परमेश्वर के वचन के साथ खड़ा होने का एक अच्छा मौका दिया. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, കാരണം ദൈവം എനിക്ക് പ്രകാരം നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരം നൽകിയതോർത്ത് ഞാൻ കർത്താവ് നന്ദി പറയുന്നു. मुझे ऐसा एक अवसर प्रदान करके दिया वाला GMT बाइबल मीडिया ग्रुप को भी और उसके एडमिन को भी मैं धन्यवाद करना चाहता हूँ. ഈ പ്രകാരം ഒരു അവസരം തന്ന GMT ബൈബിൾ മീഡിയയുടെ അഡ്മിനോടും അതോടൊപ്പം അതിന്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. हालेलुया. ആമേൻ. परमेश्वर ने आशीष करे. ആമേൻ. ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ. हम आज के परमेश्वर के मनन के लिए ദൈവത്തിന്റെ വചനത്തിന്റെ ചിന്തയ്ക്കായി നമ്മൾ കടന്നു ചെല്ലുകയാണ്. हम आज के परमेश्वर के मनन के लिए पवित्र शास्त्र में से पढ़ेंगे. ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് നമ്മൾ ചില വാക്യങ്ങൾ വായിക്കും. भजन संहिता चैप्टर 119 का 119 സങ്കീർത്തനം, അതിന്റെ 119 സങ്കീർത്തനം उसका 18 हम देखते हैं. അതിന്റെ 18 വാക്യത്തിലേക്ക് കടന്നു ചെല്ലാം. उसमें लिखा है मेरी आंखें खोल दे. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. हालेलुया. इसमें ये लिखा है मेरी आंखें खोल दे ताकि मैं तेरी व्यवस्था की अद्भुत कार्यों को देख सकूं. കർത്താവിന്റെ കണ്ണുകളെ തുറക്കണമേ, ഞാൻ അങ്ങയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. हम जानते हैं इस्राएल का दूसरा राजा होगा दाऊद जो राजा. നമുക്കറിയാം ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാണ് ദാവൂദ് എന്ന് നമുക്ക് നന്നായി അറിയാം. उसका एक भजन संहिता है, हमने जो पढ़ा भजन संहिता 119. അതിന്റെ തന്നാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. उसके प्रार्थना में से एक प्रार्थना का वचन हमने देखा, उसका 18. തന്റെ പ്രാർത്ഥനയുടെ അനേക വാക്യങ്ങൾ, വചനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗം അതിന്റെ 18 വാക്യത്തിൽ നമ്മൾ വായിച്ചു. उसमें लिखा है मेरी आंखें खोल ताकि मैं तेरी व्यवस्था की अद्भुत बातें देख सकूं. തന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുക, കർത്താവ് എന്റെ കണ്ണുകളെ തുറക്കണം, അങ്ങയുടെ അത്ഭുതത്തിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം. देखिए एक व्यक्ति ഒരു വ്യക്തി अगर क्या हो एक व्यक्ति का आंख क्या अंधा हो सकता है. ഒരു വ്യക്തിയുടെ കണ്ണ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കണ്ണ് കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടോ? ഇതൊരു മാനുഷികമായി പുറമേ കാണുന്ന ഈ കണ്ണിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ദാവൂദ് പറയുന്നത് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഇത് ദാവീദിന്റെ പുറമെയുള്ള കണ്ണിനെ പറ്റിയാണോ പറയുന്നത്, അതോ ദാവീദിന്റെ ആത്മീയമായിരിക്കുന്നതിന്റെ അകത്തുള്ള കണ്ണിനെ പറ്റിയാണോ പറയുന്നത്? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദാവീദ് തന്റെ അകത്തുള്ള ആത്മീയമായ കണ്ണിനെ പറ്റിയാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ദാവീദ് പറയുന്നത് എന്റെ കണ്ണുകളെ തുറക്കണമേ,
എങ്കിലേ എനിക്ക് അങ്ങയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടത് എനിക്ക് ഇത് തുറക്കണം എന്ന് പറയുന്നു. हम एक अपने ज्ञान को लेविटेशन विलाप गीत നമ്മുടെ ശ്രദ്ധയെ മറ്റൊരു വചന ഭാഗത്തേക്ക് കൊണ്ടുപോകാം. വിലാപ ഗീതങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. उसका 5 का അതിന്റെ 5-ാം അധ്യായം उसका 17 അതിന്റെ 17-ാം വാക്യം उसमें लिखा है അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, हमारी जो आंखें धुंधली हो गई है. ആമേൻ, നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. हालेलुया. हालेलुया. ये जैसा हमने पहले देखा, क्या एक मनुष्य का अंदर की आंखें क्या बंद हो सकता है? ആമേൻ, മനുഷ്യന്റെ അകമയുള്ള കണ്ണ് മങ്ങിപ്പോവാൻ സാധ്യതയുണ്ടോ? हालेलुया. इसमें लिखा है पाप की वजह से ആമേൻ, ഇവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്, പാപത്താൽ वो एक मनुष्य का अंदर की आत्मा की आंखें बंद हो जाता है. ആ മനുഷ്യന്റെ പാപത്താൽ അവന്റെ അകം കണ്ണ് ആമേൻ അടഞ്ഞു പോകാൻ മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. देखिए इसमें लिखा है आंखों में अंधा हो गया है. ആമേൻ, ഇവിടെ എഴുതിയിരിക്കുന്നു അവന്റെ അകത്തെ കണ്ണ് ആമേൻ മങ്ങിപ്പോയി. पाप एक पहले की तरह एक पर्दा के समान है. ആമേൻ, പാപം ഒരു 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 പർദ്ദയെ പോലെ അവന് മുമ്പിൽ മറച്ചിട്ടിരിക്കുന്ന അനുഭവമാണ്. वो एक ऐसा अंधकारमय चीज है पाप. ആമേൻ, പാപം ഒരു അന്ധകാരം പിടിച്ച അവസ്ഥയാണ്. हालेलुया. वो अंधापन का अवस्था है. അത് ആമേൻ ഇരുട്ടാക്കി കളയുന്ന അനുഭവമാണ്. हम अपने ज्ञान को उत्पत्ति को ले जाए. ആമേൻ, നമ്മുടെ ശ്രദ്ധയെ മറ്റൊരു വചന ഭാഗത്തേക്ക് ഉത്പത്തിയിലേക്ക് കൊണ്ടു ചെല്ലാം. उसका 3 का ആമേൻ, അതിന്റെ 3-ാം അധ്യായം उसका 5 और 6 ആമേൻ 5-ഉം 6-ഉം വാക്യം വായിക്കാം. वो एक परमेश्वर आप जानता है ദൈവത്തിന് നന്നായി അറിയാം, कि जिस दिन तुम उसका फल खाओगे നിങ്ങൾ ആ ഫലം ആമേൻ ഭക്ഷിക്കുന്ന നാളിൽ उसी दिन ആ ദിവസത്തിൽ തന്നെ तुम्हारी आंखें खुल जाएगी. നിങ്ങളുടെ കണ്ണ് തുറക്കും. हालेलुया. और उसको 7 में लिखा है അതിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, तब उन दोनों की आंखें खुल गई. അതിന്റെ അവർ രണ്ടുപേരുടെയും ആ ഫലം ഭക്ഷിച്ചതിന് ശേഷം രണ്ടുപേരുടെയും കണ്ണ് തുറന്നു എന്ന് എഴുതിയിരിക്കുന്നു. परमेश्वर इंसान को बनाया. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. उस इंसान को बनाने के बाद ആ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം परमेश्वर ने एक आज्ञा बोला था മനുഷ്യനോടൊരു കൽപ്പന കൊടുത്തു, कि भले बुरे ज्ञान का वृक्ष का फल നന്മകളുടെയും തിന്മയുടെയും ഫലാമീൻ അറിവിന്റെ വൃക്ഷഫലമായ ആ വൃക്ഷഫലം उसका फल तुम कभी नहीं खाना. അത് ഒരിക്കലും നീ ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ചു. जिस दिन तुम खाओगे എന്ന് നീ കഴിക്കുമോ वो दिन तुम मर ആ जाओगे. ദിവസം തന്നെ നീ മരിച്ചു പോകും. हालेलुया. ആമേൻ. लेकिन शैतान എന്നാൽ പിശാച് उन लोगों को भरमा कर അവരുടെ ചിന്തകളെ വിചലിച്ചു കളഞ്ഞു. वो कहा कि അവരുടെ കണ്ണുകളെ वो कहा അവൻ ഇപ്രകാരം പറഞ്ഞു, कि मैं तुम मरोगे नहीं. നീ മരിക്കുകയില്ല, तुम्हें कुछ नहीं होगा. ആമേൻ, നിനക്കൊന്നും സംഭവിക്കത്തില്ല, तुम्हारी आंखें खुल जाएगी. നിന്റെ കണ്ണ് തുറക്കുമെന്ന് പറയുവാനിടയായി ये തീർന്നു. उसके भरमाने के बाद ആമേൻ, അങ്ങനെ മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞതിന് ശേഷം वो जब उन्होंने ये परमेश्वर से फिर उनके आंखें जो भौतिक आंखें खुल गया. ആമേൻ, അവന്റെ അകത്തെ കണ്ണ് അടഞ്ഞു പോവുകയും പുറത്തെ ഉള്ള കണ്ണ് തുറക്കുകയും ചെയ്തു. उसका आत्मिक काम बंद होने के बाद അവന്റെ അകം കണ്ണ് അടഞ്ഞതിന് ശേഷം वो तभी वो परमेश्वर का जो सावन और परमेश्वर का जो रियलाइजेशन जो पहले था वो कभी उन लोगों के साथ नहीं हुआ. അവൻ ദൈവം അങ്ങനെ പുറമെയുള്ള കണ്ണ് തുറന്നതിന് ശേഷം ദൈവത്തിന്റെ ശക്തിയോ ദൈവത്തിലുള്ള അനുഗ്രഹങ്ങളോ ഒരിക്കലും അവർക്ക് പിന്നെ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞില്ല. उनका ये बाहर के आंख खुलने के बाद അവൻ പുറമെയുള്ള അവരുടെ കണ്ണ് തുറന്നതിന് ശേഷം वो बाहर की चीजों दुनिया की चीजों के उसका ध्यान गया. അവൻ ലോകത്തിലെ മറ്റു പല കാര്യങ്ങളിലേക്കും അവിടെ കണ്ണ് ചെല്ലുവാനിടയായി തീർന്നു. കാരണം क्योंकि उनका जो परमेश्वर के साथ का रिलेशन അവൻ ദൈവവുമായിട്ടുള്ള അവരുടെ ആ ബന്ധം, परमेश्वर के साथ की जो पहचान അവൻ ദൈവവുമായിട്ടുള്ള ആ തിരിച്ചറിവ് वो उनके अंदर से टूट गया. അവൻ അവരുടെ അകത്ത് നിന്ന് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. वो जो उसका रिलेशन टूट गया. ആ ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ നഷ്ടപ്പെടുവാനിടയായി देखिए തീർന്നു. आज की दुनिया में भी അവൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും हम देखते हैं അവൻ നമുക്ക് കാണാൻ കഴിയും. बहुत से लोग അവൻ ഒത്തിരി ആൾക്കാർ परमेश्वर को जो प्यार को परमेश्वर का जो प्रेम को पहचानते नहीं. അവൻ ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവം നൽകി തന്ന അനന്തമായ ആ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. अपने लोगों को पहचानते नहीं. അവൻ
ആമേ സ്വന്തം ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. अपने पास्टरों को पहचानते नहीं, ആമേ സ്വന്തം പാസ്റ്ററെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. अपने लोगों को पहचानते नहीं, ആമേ പ്രിയപ്പെട്ടവരായ ആൾക്കാരെ അവർക്ക് अपने തിരിച്ചറിയാൻ दोस्तों കഴിയുന്നില്ല. को पहचानते ആമേ नहीं। അവരുടെ കൂട്ടുകാരെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ऐसी एक अवस्था में അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ रहने वाले लोगों को അങ്ങനെ ആയിരിക്കുന്ന ആൾക്കാർ ജനത്തിന് उनके अंदर एक चीज का कमी है, ആമേ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിന്റെ അഭാവമുണ്ട്. उनका आंखें बंद है। അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. देखिए दूसरा पहले यूहन्ना ആമേ 1 യോഹന്നാൻ तो 2 का അതിന്റെ 2-ാം അധ്യായം 10 और 11, 10-11 വാക്യം. जो कोई अपने भाई से प्रेम रखता है ആമേ സ്വന്തം സഹോദരനോട് സ്നേഹിക്കുന്നവൻ वह ज्योति में रहता है, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ठोकर नहीं खा सकता। അവന് പിന്നെ ഇടർച്ചയ്ക്ക് കാരണമില്ല. पर जो എന്നാൽ कोई अपने भाई से बैर रखता है ഏതെങ്കിലും സഹോദരനെ അവൻ വിരോധിക്കുന്നുവെങ്കിൽ वह अंधकार में है, അവൻ ഇരുട്ടിൽ വസിക്കുന്നു. वो अंधकार में चलता है അവൻ ഇരുട്ടിൽ നടക്കുന്നു. और वह नहीं जानता അവൻ അറിയുന്നില്ല कि कहाँ जाता है, അവൻ എവിടെ പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. क्योंकि കാരണം अंधकार ने ഇരുട്ടിൽ अंधकार ने उसकी आंखों को अंधी कर दी है, ഇരുട്ട് അവന്റെ കണ്ണിനെ അടച്ചു കളയുവാനിടയായി തീർന്നിരിക്കുന്നു. क्योंकि उसका आंखें बंद है, അവന്റെ കണ്ണ് പൂർണ്ണമായി അടയപ്പെട്ടു കഴിഞ്ഞു. वो अंधाकार में है। അവൻ ഇരുട്ടടഞ്ഞ അവസ്ഥയിലാണ്. देखिए अगर हम एक व्यक्ति को ഒന്ന് ശ്രദ്ധിക്കണമേ, ഒരു മനുഷ്യന് एक अंधा व्यक्ति को ഒരു അന്ധനായ ഒരു മനുഷ്യന് उसको अगर हम एक अंधकार में रखने से उसको वो क्या कहेगा? അന്ധകാരമായ അവസ്ഥയിൽ ഇരുട്ടിൽ അവനെ വച്ചാൽ അവൻ എന്തു പറയും? वो कुछ भी नहीं है बोलेगा। അവൻ പറയും ഇത് ഇരുട്ടാണോ വെളിച്ചമാണോ എന്ന് അവൻ ഒന്നും പറയത്തില്ല. ज्योति में भी उजाला वाले जगह में भी रखने से वो बोलेगा വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാലും അവൻ പറയും वो कुछ भी नहीं है। അതെന്താണെന്ന് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. कहाँ जाते वो भी नहीं जानता। എവിടെ പോകുന്നു എന്ന് പോലും പറയാൻ കഴിയത്തില്ല. एक अंधा कहाँ से जाता वो खुद भी नहीं जानता। ഒരു അന്ധനായ മനുഷ്യൻ എവിടെയാണ് എങ്ങോട്ടാണ് പോകുന്നത് സ്വയമായി അവന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. वैसे जो आत्मिकता में अंधा है, അതുപോലെ തന്നെയാണ് ആത്മീയത്തിൽ അന്ധന്മാരായിരിക്കുന്നവരുടെ അനുഭവം. कि वो जो कहाँ जाता है, അവൻ എവിടേക്കാണ് പോകുന്നത്, कहाँ में बैठा है, എവിടെയാണ് ഇരിക്കുന്നത്, कहाँ से गुजरता है, ഏതെല്ലാം സ്ഥലത്തിൽ കൂടെയാണ് അവന് പോകുവാനുള്ളത്. वो कुछ भी वो ध्यान नहीं देता, അവൻ ഒരിക്കലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. क्योंकि उसका आंख बंद है। കാരണം അവന്റെ അകം കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. हालेलुया। ഹല്ലേലൂയ. ये जो आत्मा ये अंदर की आंख നമ്മുടെ ആത്മീയമായ അകത്തുള്ള ഈ കണ്ണ് यदि बंद होगा ആമേൻ അടഞ്ഞിരിക്കുമ്പോൾ वो जो परमेश्वर के साथ का वो जो रिलेशन ദൈവവുമായിട്ടുള്ള ആ ബന്ധം वो परमेश्वर का रिलेशन टूट जाएगा। ദൈവവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടുവാനിടയായി തീരും. वो पहचानने नहीं पाएंगे। അവന് ആ ബന്ധം ഉണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയത്തില്ല. वो सेम केस हम उत्पत्ति में भी देखते हैं। അതുപോലെ അതേ കാര്യമാണ് നമ്മൾ ഉൽപ്പത്തിയിൽ കാണുവാനിടയായി वो തീർന്നത്. परमेश्वर के साथ और पहचाने नहीं। അവൻ ദൈവത്തെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിയാത്ത അവസ്ഥയിലായി മാറും. परमेश्वर आने वाले शब्द सुनकर भाग गए। ദൈവം വരുന്ന ശബ്ദം കേട്ട് അവർ ഓടിപ്പോവുകയാണ്. हालेलुया। ഹല്ലേലൂയ. जो जिसका आंख अंधा है, ആരുടെ കണ്ണാണോ അകം കണ്ണ് അടഞ്ഞിരിക്കുന്നത് वो उसका आंख उसका जो परमेश्वर के साथ का रिलेशन वो पहचाने नहीं पाएगा। ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചറിയാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കും. क्योंकि उसका आंख बंद है, उसका जीवन दुनिया से जुड़ा है। അവന്റെ കണ്ണ് അടഞ്ഞിരിക്കുന്നതിനാൽ അവന്റെ ആ ബന്ധം ലോകവുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കും. फर्स्ट में हमने देखा ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു कि वो परमेश्वर के साथ का पहचान नहीं होगा। ദൈവത്തെ അവന് തിരിച്ചറിയാൻ കഴിയത്തില്ല. सेकंड हम परमेश्वर के वचन में जाएंगे। രണ്ടാമത് നമുക്ക് തിരുവചനത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. दूसरा राजा 2 രാജാക്കന്മാരുടെ പുസ്തകം उसका 6 का അതിന്റെ 6-ാം അധ്യായം उसका 17 അതിന്റെ 17-ാം വാക്യം. तब एलीशा ने यह प्रार्थना की, हे यहोवा उसकी आंखें खोल दे कि वह देख सके। हालेलुया। പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. हालेलुया। तब यहोवा ने सेवक की आंखें खोल दी അപ്പോൾ യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. और जब वह देख सका
ആമേൻ അവൻ കാണുവാൻ തുടങ്ങി. तब क्या देखा? അവൻ അപ്പോൾ എന്ത് കണ്ടു? एलीशा के चारों ओर ആമേൻ എലീശയ്ക്ക് ചുറ്റും और का पहाड़ ആമേൻ ആ പർവ്വതം മുഴുവനും अग्नि में घोड़ों और रथों से ആമേൻ അഗ്നിമയ കുതിരകളും രഥങ്ങളുമായി भरा हुआ है। ആമേൻ ആ മല നിറഞ്ഞിരിക്കുന്നവർ കാണുവാനായിട്ട്. ഹല്ലേലൂയ. ये अग्नि में घोड़ों और रथों से भरने का मतलब ആമേൻ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറയുന്നതിന്റെ അർത്ഥം എന്താ? परमेश्वर का प्रोटेक्शन था एलीशा के पीछे। ആമേൻ ദൈവത്തിന്റെ സംരക്ഷണ വലയം, ദൈവത്തിന്റെ സംരക്ഷണ വലയം ദൈവത്തിന്റെ ഭക്തന്മാർക്കുണ്ടായിരുന്നു. हालेलुया। ഹല്ലേലൂയ. वो जो प्रोटेक्शन ആ സംരക്ഷണ വലയം वो एलीशा का दास नहीं देखा, ആമേൻ എലീശയുടെ ദാസന് അത് കാണുവാൻ കഴിഞ്ഞില്ല. क्योंकि കാരണം എന്താ? उसका आँख दुनिया की ओर था, ആമേൻ അവന്റെ കണ്ണ് ലോകത്തിലേക്കായിരുന്നു. उसका आत्मिक आँख नहीं खुला था। അവന്റെ ആത്മീയമായ കണ്ണ് തുറന്നിട്ടില്ലായിരുന്നു. एक जन का अगर ആമേൻ അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ अगर अंदर का आँख नहीं खुला है, ആമേൻ അകം കണ്ണ് തുറന്നിട്ടില്ല എങ്കിൽ बाहर की आंखों से वो दुनिया के साथ है, ആമേൻ പുറമേയുള്ള കണ്ണുകൊണ്ട് ഈ ലോകത്തിലെ പല കാര്യങ്ങളെ ദർശിക്കും. तो वो मनुष्य का ആമേൻ ഈ മനുഷ്യന്റെയും वो जो दुनिया को ऊपर ज्यादा डिपेंड करेगा। ആമേൻ അങ്ങനെയുള്ള മനുഷ്യൻ ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങൾ ആശ്രയിച്ചായിരിക്കും അവൻ ജീവിക്കുന്നത്. एक प्रॉब्लम आने से, एक समस्या आने से ആമേൻ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ वो डॉक्टर के पास जाएगा, അവൻ വേഗത്തിൽ അവൻ ഓടി എത്തുന്നത് ഒരു ഡോക്ടറുടെ അടുക്കലായിരിക്കും. या कोई किसी का सुझाव लेने आएगा, ആമേൻ അല്ലെങ്കിൽ മാനുഷികമായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ തേടുവാൻ ആരായുവാനായിട്ട് മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലും. किसी का राय ढूंढने आएगा। ആമേൻ അവൻ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ മറ്റുള്ളവരിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ തേടുവാൻ വരും. दुनिया की बातों की चीज का वो खोज ही रहेगा। ആമേൻ ലോകത്തിലെ പല കാര്യങ്ങളും അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കും. वो कभी भी वो हमेशा लोगों के ऊपर डिपेंड करेगा, ആമേൻ എപ്പോഴും അവൻ മനുഷ്യരിൽ ആശ്രയിച്ചു കൊണ്ടേയിരിക്കും. क्योंकि उसका बाहर का कौन है दुनिया में। ആമേൻ കാരണം എന്താ? അവന്റെ പുറം കണ്ണ് ഈ ലോകത്തിലേക്കാണ് ഇരിക്കുന്നത്. लेकिन जिसका आत्मिक आँख खुला है, എന്നാൽ ഒരു മനുഷ്യന്റെ ആത്മീയ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ वो दुनिया के ऊपर डिपेंड नहीं ആമേൻ करेगा, ലോകത്തിലല്ല അവന്റെ ആശ്രയം വയ്ക്കുന്നത്. वो only परमेश्वर के ऊपर देखेगा, ആമേൻ അവൻ തീർച്ചയായും ദൈവത്തിലേക്ക് നോക്കുവാനിടയായിത്തീരും. परमेश्वर की बातों के लिए रहेगा। അവന്റെ എല്ലാ ശ്രദ്ധയും ദൈവീയ कोई കാര്യങ്ങളിലായിരിക്കും. समस्या आ जाने से അവൻ ഒരു പ്രശ്നം അവന് വന്നാൽ परमेश्वर के वचन के पास जाएगा, അവൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് അവൻ കടന്നു ചെല്ലും. प्रार्थना में जाएगा, അവൻ പ്രാർത്ഥനയിലേക്ക് ചെല്ലും. वो परमेश्वर के रिलेशन में आएगा। അവൻ ദൈവിക ബന്ധത്തിലേക്ക് മടങ്ങി വരുവാനിടയായിത്തീരും. वही अवस्था एक जन को जो आँख खुला वाला, ആമേൻ അങ്ങനെ ആ കണ്ണു തുറന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഇപ്രകാരമായിരിക്കും. वो एलीशा का जो सेवक वो आज दुनिया की बातों को ही देखा। ആമേൻ അവൻ എലീശയുടെ ദാസന് ഈ ലോകത്തിന്റെ കാര്യമാണ് അവൻ കാണുവാനിടയായിത്തീർന്നത്. हालेलुया, दुनिया की बातों को ही देखता। അവൻ ലോകത്തിലെ കാര്യങ്ങൾ കണ്ടു രസിക്കുന്നു. लेकिन എന്നാൽ वो एलीशा वैसा नहीं है। എലീശ അങ്ങനെയുള്ള വ്യക്തിയല്ല. एलीशा ने प्रार्थना किया, परमेश्वर इसकी आंखों को खोलो। എലീശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇവന്റെ കണ്ണ് തുറക്കണമേ. लेकिन परमेश्वर ने जब उसकी आंखों को खोला, ആമേൻ ദൈവം ആ ദാസന്റെ കണ്ണ് തുറന്നപ്പോൾ परमेश्वर ने उसको दिया प्रोटेक्शन को पहचानने शुरू हो गया। ആമേൻ ദൈവം അവന് തന്നിരിക്കുന്ന നൽകിക്കൊടുത്ത ദൈവിക സംരക്ഷണ വലയത്തിന്റെ ആ മഹത്വം അവൻ തിരിച്ചറിയുവാനിടയായിത്തീർന്നു. परमेश्वर का जो प्रोटेक्शन, ദൈവികമായ സംരക്ഷണം परमेश्वर के दूतों के द्वारा, ആമേൻ ദൈവത്തിന്റെ ദൂതന്മാരാൽ परमेश्वर के वो जो कनेक्शन के द्वारा मिला वो प्रोटेक्शन को, ആമേൻ ദൈവികമായ ബന്ധത്തിലൂടെ നമുക്ക് അപ്രകാരമായ സംരക്ഷണം ലഭിക്കാനിടയായിത്തീരും. हालेलुया, हमें वो शक्ति, वो जो प्रोटेक्शन मिलने के बाद हमारा जीवन वो परमेश्वर के लिए, परमेश्वर के लिए ध्यान होगा। അപ്രകാരം ദൈവം തന്ന ആ സംരക്ഷണ വലയം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകി തന്ന പലവിധമായ ആമേൻ നന്മകൾ അനുഗ്രഹങ്ങളായി മാറുവാനിടയായിത്തീരും. जिसका आँख नहीं खुला है, ആമേൻ ആ കണ്ണു തുറക്കാത്തവർക്ക് वो जो परमेश्वर के यीशु मसीह के जो मृत्यु के द्वारा दिए हुए दानों को पहचानेगा नहीं। ആമേൻ ദൈവികമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുന്ന സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആമേൻ ആ രക്ഷയുടെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെയായി इसके മാറും. बीच मुझे कहानी याद आ रहा है। ആമേൻ ഇവിടെ എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്. एक व्यक्ति, ഒരു മനുഷ്യൻ वो ऐसे प्लान में था पूरा दुनिया घूमना उसे। അവൻ ഇപ്രകാരം ഒരു ചിന്ത വന്നു, ഇപ്രകാരം അവൻ ഒരു പ്ലാൻ ചെയ്തു, ഇനി ലോകം മുഴുവൻ ഒന്ന് കറങ്ങി കാണണം. वो अपना जो कुछ उसको प्रिय भी था, ना प्रिय भी था, सब कुछ बेचकर उसने वो सफर
അവന് ഇഷ്ടമുള്ളതും അവന് പ്രിയമുള്ളതുമായ എല്ലാ പ്രിയമില്ലാത്തതുമായ എല്ലാ വസ്തുവകകളും അവൻ വിറ്റിട്ട് അവൻ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി. वही चीज से उसने टिकट भी खरीद लिया. ആമേൻ. ആ പൈസ കൊടുത്ത് അവൻ ലോകം മുഴുവനും കറങ്ങുവാൻ ഒരു ടിക്കറ്റും വാങ്ങിച്ചു. वो जब वो टिकट लेने के बाद वो निकला. ആ ടിക്കറ്റുമായി താൻ ലോകം മുഴുവൻ കറങ്ങാനായി ഇറങ്ങി തിരിച്ചു. वो निकलने के बाद അവൻ ഇറങ്ങി തിരിച്ചതിന് ശേഷം वो अपने सफर में एक बोरी, एक बस्ता पूरा रोटी मतलब फूड आइटम से भरकर एक बोरी लेकर ആ യാത്രയ്ക്ക് തനിക്ക് യാത്രയ്ക്ക് കഴിക്കുവാൻ ആവശ്യമായ എല്ലാ ആഹാര പദാർത്ഥങ്ങളുമായി ഒരു വലിയ ചാക്ക് നിറച്ച് ഒരു വലിയ പാക്കറ്റുമായി താൻ ആ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചു. 2-3 दिन हो गया. 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. उसको बहुत सारे दोस्त मिले. ആ യാത്രയിൽ ഒരു കപ്പലിൽ തനിക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടി. वो दोस्त लोग उसे हमेशा बुलाते थे. ആ ആഹാരത്തിന്റെ സമയമാവുമ്പോൾ ആ കൂട്ടുകാരെല്ലാവരും എപ്പോഴും തന്നെ ആഹാരത്തിന് വേണ്ടി വിളിക്കും. हालेलुया. लेकिन वो बोलते नहीं चाहिए मुझे, वो उसे त्याग कर बोलता है कि मेरे पास है खाने के लिए. എപ്പോഴെല്ലാം ആ കൂട്ടുകാരന്മാർ ആഹാരത്തിന് വിളിക്കുമ്പോൾ അവരെ സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് അവർ പറയും, വേണ്ട, എന്റെ പക്കൽ കഴിക്കാനുള്ള ആഹാരം ഉണ്ടെന്ന് പറയും. ऐसे बहुत दिन बीत गया, बोलते बोलते बहुत दिन बीत गया. അങ്ങനെ പറഞ്ഞു വളരെ നാളുകൾ അങ്ങനെ നീണ്ടുപോയി. ये दोस्त लोग पूछा, ഈ കൂട്ടുകാരന്മാർ ചോദിക്കാൻ തുടങ്ങി, तुम क्यों हम लोग के साथ नहीं आता? നീ എന്തുകൊണ്ട് ഞങ്ങളോട് ആഹാരം കഴിക്കാൻ വരുന്നില്ല? बोला, ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, कि मेरे पास जो कुछ था मैंने उसे बेचकर, എന്റെ കയ്യിലുണ്ടായിരുന്ന എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ വസ്തുവകകളും വിറ്റിട്ട് मैंने इस सफर के लिए आया हूँ. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. इसलिए मेरे पास पैसे नहीं है. അതുകൊണ്ട് എന്റെ കയ്യിൽ പണമില്ല. वो दोस्त लोग कैंटीन में जाकर खाते थे हमेशा. ആമേൻ. തന്റെ കൂട്ടുകാരൊക്കെ ആ കപ്പലിൽ കിട്ടിയ കൂട്ടുകാരൊക്കെ ക്യാൻറ്റീനിലേക്ക് പോയാണ് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. लेकिन ये व्यक्ति बोला, मेरे पास कुछ नहीं, मेरे पास पैसे नहीं है वो खाना खरीदने. ആ വ്യക്തി പ്രകാരം പറയുവാനായിട്ട് എന്റെ കയ്യിൽ പണമില്ല, ആഹാരം വാങ്ങുവാനുള്ള പണമില്ലെന്ന് പറഞ്ഞു. मैंने ये सारा बेचकर ही मैंने अपना टिकट लिया है. എന്റെ വസ്തുവകകൾ മുഴുവനും വിറ്റിട്ടാണ് ഞാൻ ഈ ടിക്കറ്റ് വാങ്ങിയത്. ये मुश्किल से मेरे को मिला है. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഇത് സമ്പാദിച്ചത്. इसलिए मैं नहीं आ सकता क्योंकि मेरे पास पैसे नहीं है. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ആഹാരം കഴിപ്പാൻ അവിടെ വരാൻ പറ്റത്തില്ല, കാരണം എന്റെ കയ്യിൽ പണമില്ല. हालेलुया. ये बोलकर जब उसके दोस्तों ने उससे पूछा, അങ്ങനെ തന്റെ കൂട്ടുകാരന്മാർ ചോദിച്ചപ്പോൾ कि तुम्हारा टिकट कहाँ है, तो दिखाने बोला. ആ കൂട്ടുകാരന്മാർ ചോദിച്ചു, നിന്റെ ടിക്കറ്റ് ഞങ്ങളെ ഒന്ന് കാണിക്ക്. हालेलुया. जब उन्होंने देखा, ആമേൻ. ആ കൂട്ടുകാരന്മാരെ ടിക്കറ്റ് കണ്ടപ്പോൾ ऑलरेडी उस मनुष्य को फूड प्रोवाइडर था. ആ മനുഷ്യന് കഴിക്കാൻ ആവശ്യമായ യാത്രയിൽ കഴിക്കാൻ ആവശ്യമായ എല്ലാ ആഹാരങ്ങളും ഈ ടിക്കറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. इसमें कोई उसे खाने की जरूरत नहीं था. മറ്റൊന്നും അവന് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ऑलरेडी उसके लिए वो टिकट में लिखा था कि उसमें फूड प्रोवाइडर है. ആമേൻ. ആ ടിക്കറ്റിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു, നിനക്ക് ആവശ്യമുള്ള എല്ലാ ആഹാരങ്ങളും കിട്ടുമെന്ന്. उसे शिपिंग से मिल सकता था. അവൻ ആ കപ്പലിൽ നിന്ന് അവന് കിട്ടുമായിരുന്നു. लेकिन उसे नहीं पहचाना. എങ്കിലും അവൻ അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. लेकिन हालेलुया, वो बिना पहचाने हुए अपने सफर को जारी किया. അവൻ അത് തിരിച്ചറിയാതെ അവനെ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചു. आगे उसके लिए और ये पूरा पछताया. പിന്നീട് ആ മനുഷ്യൻ ആ കാര്യത്തെ പറ്റി വളരെയധികം പശ്ചാത്തപിപ്പാനിടയായി തീർന്നു. തിരിച്ചെത്തുവാൻ വളരെ കുറച്ച് സമയം മാത്രമേ തനിക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവൻ ആ കാര്യത്തെ കുറിച്ച് ഒത്തിരി അനുദമിപ്പാനിടയായി തീർന്നു. ഇതുപോലൊരു അവസ്ഥയുണ്ട് ഈ ലോകത്തിൽ. ഇങ്ങനെ കണ്ണടഞ്ഞു പോയ ഇരുട്ടായി പോയ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ആ രക്ഷയെന്ന ദൈവത്തിന്റെ ദാനങ്ങൾ മനുഷ്യൻ തിരിച്ചറിയാൻ കഴിയാതെ അങ്ങനെ അവർ ഇറങ്ങി തിരിച്ച കാലം മുതൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് മുടിയനായ പുത്രന്റെ ജീവിതത്തിലും കാണുവാൻ കഴിയുകയാണ്.
ആമേ അവന്റെ അഹംകണ്ണ് തുറന്നപ്പോൾ जब उसका आंख खुलने के बाद അവന്റെ അഹംകണ്ണ് തുറന്നതിന് ശേഷം वो पहचाना അവൻ തിരിച്ചറിഞ്ഞു अपने पिता के पास कितना बड़ा गलती को पहचाना ആമേ തന്റെ പിതാവിന്റെ പക്കൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം അവൻ തിരിച്ചറിഞ്ഞു हालेलुया आमीन। वो पहचान कर अपने पिता के पास वापस गया ആമേ അത് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുകയാണ് हालेलुया ഹല്ലേലൂയ वैसे ही अगर ये हमारे जीवन में भी ആമേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ऐसी कोई अवस्था है तो ആമേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ हम प्रार्थना करें ആമേ നമുക്ക് പ്രാർത്ഥിക്കാം कि കർത്താവേ परमेश्वर और ये जो हमारे अंदर की आंखों को खोले കർത്താവേ എന്റെ ആത്മീയമായ കണ്ണിനെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം अंदर की आंखों को खोलने के लिए हम प्रार्थना करें ആമേ അകം കണ്ണ് തുറക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം हालेलुया अगर अंदर की आंखों को खुल गए तो ആമേ അകം കണ്ണ് തുറന്നു കിട്ടിയാൽ वो परमेश्वर को हम ध्यान कर सकते हैं ദൈവത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയായി മാറും हालेलुया ആമേൻ परमेश्वर को वचन की ओर हम ध्यान देंगे ആമേൻ അങ്ങനെ അകം കണ്ണ് തുറന്നു കിട്ടിയാൽ നമ്മൾ ദൈവ വചനത്തിനകത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കുവാനിടയായിരിക്കും प्रार्थना कमरों में हम जाएंगे ആമേൻ പ്രാർത്ഥനയുടെ റൂമിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയും हालेलुया हम परमेश्वर से और जुड़ेंगे ദൈവവുമായിട്ട് വീണ്ടും വീണ്ടും ബന്ധം സ്ഥാപിക്കുവാനിടയായി തീരും क्योंकि एक मनुष्य का अंदर का आंख खुल गया तो ആമേൻ ഒരു മനുഷ്യന്റെ അകം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ वो चुप से नहीं रहेगा അവൻ അടങ്ങിയിരിക്കത്തില്ല वो परमेश्वर के साथ जुड़ा रहेगा അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു परमेश्वर ചെല്ലുകയാണ് के साथ एक मैग्नेट के समान रहेगा ആമേൻ ഒരു കാന്തം എപ്രകാരം ചേർന്നിരിക്കുന്നുവോ അതുപോലെ ദൈവമായിട്ട് അവൻ ചേർന്നിരിക്കും किसी को तोड़ नहीं सकता ആമേൻ ആ ബന്ധത്തിൽ അവനെ അകറ്റിക്കളയുവാൻ ഒന്നിനും സാധ്യമല്ല एक बिना पाप करके वो जीवन बिताएगा അവൻ പാപം ചെയ്യുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലായി തീരും हालेलुया ഹല്ലേലൂയ वो एक अवस्था है एक जो आंख खुला है व्यक्ति के अंदर ആമേൻ അങ്ങനെയാണ് കണ്ണ് തുറന്നു കിട്ടിയ ഒരു മനുഷ്യന്റെ അവസ്ഥ हमने आज 2 पॉइंट देखा രണ്ട് കാര്യങ്ങൾ നോക്കി कि हमारे जो परमेश्वर ने दिया है प्रोटेक्शन को ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ സംരക്ഷണ വലയത്തെ वो अगर हम लोग अंदर का आंख खुल गया तो ആമേൻ നമ്മുടെ അകം കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും हम उसे पहचानेंगे നമ്മളത് തിരിച്ചറിയുവാൻ കഴിയും दूसरा परमेश्वर अगर हम लोग अंदर का आंख खुल गया तो നമ്മുടെ അകം കണ്ണ് തുറന്നാൽ हमारे अंदर की हमारे परमेश्वर को हम पहचानेंगे ആമേൻ നാം നമ്മുടെ ദൈവത്തെ നന്നായി തിരിച്ചറിയുവാനിടയായി തീരും ऐसे हम प्रार्थना करें ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ हालेलुया ഹല്ലേലൂയ वो परमेश्वर के साथ हमारे जो रिश्ता वो जो परमेश्वर का पहचान हमारे अंदर होने के लिए ആമേൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്കും ദൈവികമായ തിരിച്ചറിവിലേക്കും വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം हालेलुया ഹല്ലേലൂയ एक जो हमारे एक पलों में परमेश्वर को छोड़कर कुछ भी ना करते हुए ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തെ വിട്ട് ഒന്നും ചെയ്യുവാനിടയാകാതെ हम लोग परमेश्वर के साथ ही रहे ആമേൻ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം हालेलुया ഹല്ലേലൂയ ആമേൻ ദൈവമായ കർത്താവ് आमें वचनങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ परमेश्वर आप सभी को इस पवित्र वचन के द्वारा आप सभी को आशीष करे ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം हम आपके लिए प्रार्थना करना चाहते हैं ഹല്ലേലൂയ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവേ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ ഒരു ഭൗതികമായ കണ്ണിനെ കുറിച്ചല്ല ദാവീദ് പറയുന്നത് പിന്നെയോ അകം കണ്ട് തുറക്കുവാനുള്ള എന്റെ പ്രാർത്ഥനയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം ആമേൻ എത്രയോ ദൈവികമായ മർമ്മങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ കർത്താവ് എന്റെ കണ്ണിനെ തുറക്കണമെന്ന് ദാവീദിനോട് ചെന്ന് നമുക്കും പ്രാർത്ഥിക്കാം ആമേൻ ഒന്നും നഷ്ടപ്പെടുത്തി കളയുവാനില്ല എല്ലാം നേടിയെടുക്കുവാനുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം ആമേൻ ആവർത്തിയായി പ്രാർത്ഥിച്ചതുപോലെ യേശുവിനോട് നിലവിളിച്ചതുപോലെ എനിക്ക് കണ്ണു തുറന്നു കാണണം എനിക്ക് കണ്ണ് കാഴ്ച കിട്ടണം എനിക്ക് ഇനി നടക്കണം എനിക്ക് ഇനി വെളിച്ചത്തിൽ നടക്കണം പ്രിയരെ നമുക്ക് വെളിച്ചത്തിൽ നടക്കാം ഇരുളിലുള്ളവരെ പോലെയല്ല നാം കണ്ണു തുറന്ന് നമ്മെ വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആंखें खोलते हुए अंधकार में नहीं हमें उजियारे में यीशु मसीह के साथ चले आइए प्रार्थना करें പ്രാർത്ഥിക്കാം സർവശക്തനാം ദൈവമേ നിത്യനാം രാജാവേ അനുഗ്രഹമേറുന്ന നല്ല സമയത്തിന് നന്ദി തിരുവചനത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട വചനം ഇന്ന് ഈ രാത്രി സമയം അനേകം കാതുകളിൽ എത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ അപ്പ ഈ വചനം ശ്രമിച്ച ഓരോ ജനത്തെയും
സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും പ്രായമുള്ള ഓരോരുത്തരെയും ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അകം കണ്ട് തുറന്നിരുന്നുകൊണ്ട് അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും മുന്നേറുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം തിരിച്ചറിയുവാൻ കഴിയാതെ, ബന്ധങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാതെ, ലോകത്തിൽ ആണോ അതോ ക്രിസ്തുവിലാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ, അകം കണ്ണ് അടയപ്പെട്ട അനുഭവത്തിൽ, മങ്ങിയ അനുഭവത്തിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, ആമേൻ, അങ്ങിൽ ആശ്രയം വയ്ക്കുവാൻ, അങ്ങിൽ പ്രത്യാശ വയ്ക്കുവാൻ ആമേൻ കണ്ണുകളെ തുറന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എലീശ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഇവർ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം അങ്ങനെ ചെയ്യുന്നതിനെ നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. വചനം കേട്ട എല്ലാവരും ഒരിക്കൽ കൂടെ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവെ കേൾക്കുമാറാകണം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. അബ്തക്ക് ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തുമ്പോഴൊപ്പം GMT ബൈബിൾ മീഡിയയുടെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ പ്രിയ ദൈവദാസനുള്ള ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.